ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രേഖയും കൂട്ടി നമ്മുടെ ഗീതു ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ഷിബുവിനൊപ്പമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷിബുവിനോട് പറയുകയാണ് ഷിബുവേട്ട ഇവിടെ പുറത്ത് നിന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പോൾ കണ്ണേടിനെ വിവരം അറിയിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രേഖയോട് പറയുകയാണ്, രേഖേച്ചി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ എന്നോട് കാണിച്ച, അതായത് എനിക്ക് നേരെ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ട്രാപ്പ് നമ്മൾ തിരിച്ച് അവർക്കെതിരെ ഉപയോഗിക്കുകയാണ്. അതായത് രേഖേച്ചി ചെന്നിട്ട് കോളിംഗ് ബെൽ അടിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ധൈര്യമായിട്ട് രേഖയേച്ചി ധൈര്യമായിട്ട് ബെല്ലടിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേഖ നിന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, ഷിബുവിനോട് വിളിച്ച് പറയുകയാണ്, ഷിബുവേട്ട എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം, അപ്പം തന്നെ കണ്ണേടിനെ അറിയിക്കണേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി മാഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഷിബു അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഗീതു പറഞ്ഞത് പ്രകാരം നമ്മുടെ രേഖ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുൺ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ വരുൺ ചോദിക്കുന്നു, എന്താടി നിനക്കിവിടെ കാര്യം, ഈ പാതിരാത്രി എന്ത് ചെയ്യാനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഗീതു വീഡിയോ എടുക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വരുൺ ഒന്ന് പതറിപ്പോവുകയാണ്. എന്നാലും വരുൺ ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഈ നടക്കുന്നത്, നീ എന്തിനാ ഇവിടേക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഫോൺ എടുത്ത് മാറ്റ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഗീതു അകത്തേക്ക് ഉന്തിത്തള്ളി കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ വരുൺ ചോദിക്കുകയാണ്, എന്താ നീ ഇത് കാണിക്കുന്നത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുവർണ്ണ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ സുവർണയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗീതുവിന് കലിപ്പ് വരികയാണ്. അങ്ങനെ സുവർണ ഇരിക്കുന്നതിൻ്റെയും അവിടെ അവർ കഴിച്ച് വെച്ച ഭക്ഷണത്തിൻ്റെയും അതുപോലെ മദ്യക്കുപ്പിയുടെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് സുവർണ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട്, എന്താ നീ കാണിക്കുന്നത്, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിൻ്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് സുവർണ വരികയാണ്. അപ്പോൾ നമ്മുടെ ഗീതു ഫോൺ മാറ്റി വെച്ചിട്ട് ഫോൺ വീഡിയോ ഓഫ് ആക്കുകയാണ്. എന്നിട്ട് ഗീതു പറയുകയാണ്, മതി ഇതിൽ കൂടുതലൊന്നും വേണ്ട, എനിക്ക് ആവശ്യമുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്, ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല, കണ്ണേടിനെ കാണിക്കാൻ ഇത് തന്നെ ധാരാളമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീത് പറയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊള്ളാലോ, ഇവിടെ ഇതൊന്നും നടക്കില്ല, അനാശാസ്യം നടത്താനുള്ള സ്ഥലമല്ല ഇത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വരുൺ പറയാണ്, ഇത് പറയാൻ നിനക്കെന്താടി അവകാശം, ഈ ഗസ്റ്റ് ഹൗസ് എന്താ നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നിന്നിട്ട് ഗീത് ചോദിക്കണം, അല്ല നിൻ്റെ അച്ഛൻ്റെ വകയാണോടാ ഇത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ വരുൺ ചോദിക്കണം, നീന്നോ, എന്താടി എന്നെ വിളിച്ചത്, അതെ നീന്ന് തന്നെയാണ് വിളിച്ചത്, നീ 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 എന്താ പോരെ, നിനക്ക് മതിയായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഗീത് പറയണേ, എടാ നിൻ്റെ അച്ഛൻ്റെ വകയല്ലെന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ഇത് എൻ്റെ അച്ഛൻ്റെ വകയല്ല, പക്ഷേ ഇതെൻ്റെ ഭർത്താവിൻ്റെ വകയാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് തന്നെ ഗീത് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സുവർണയെ നോക്കിയിട്ട് നമ്മുടെ ഗീതു രേഖയോട് ചോദിക്കുകയാണ്, അല്ല രേഖേച്ചി, മുമ്പൊരിക്കൽ ഇവള് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കുന്ന അന്യ സ്ത്രീകളുണ്ടല്ലേ, പൂതനകളായ അന്യ സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ കരണം പുകയ്ക്കണം എന്നുള്ളൊരു ഡയലോഗ് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഖേച്ചി റെഡിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സുവർണയെ പിടിച്ച് ഒറ്റൊരു തള്ളു കൊടുക്കുകയാണ് നമ്മുടെ രേഖയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയണേ, രേഖേച്ചി എന്നാൽ അതങ്ങ് കൊടുത്തേരെ എന്ന് പറയണേ. രേഖ കൈയൊങ്ങി ഒറ്റൊരു അടി കൊടുക്കുകയാണ്. സുവർണ കമിഴ്ന്നടിച്ച് ടീപ്പോടെ മണ്ടയിൽ കൂടെ വീഴാണ്. ടീപ്പോടെ മണ്ടയിൽ കൂടെ വീഴുമ്പോഴത്തേക്ക് സുവർണ വീണ്ടും എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വീണ്ടും കൊടുക്കുകയാണ് നമ്മുടെ രേഖ ഒരെണ്ണം കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കവിളിൽ ഇങ്ങനെ തടവിക്കൊണ്ട് നമ്മുടെ സുവർണ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീത് പറയണേ, രേഖേച്ചി വൺസ് മോർ എന്നും കൂടി പറയുകയാണ്. അപ്പോൾ തന്നെ ഒരെണ്ണവും കൂടെ കിട്ടി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ സുവർണ പറയണേ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം, എന്നെ തല്ലാതിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സുവർണ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗീത് ചോദിക്കുകയാണ്, രേഖേച്ചിയുടെ കലിപ്പൊക്കെ തീർന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേഖ കുരവളയ്ക്ക് കുത്തിപ്പിടിക്കുകയാണ് നമ്മുടെ സുവർണയുടെ. എന്നിട്ട് പറയണേ, എടി ഇനി മേലാൽ നീ എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ കൂടരുത്, എൻ്റെ ഭർത്താവിനെ ഫോൺ വിളിക്കുക, അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നു കളഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുവർണയുടെ കരണം നോക്കി ഒരെണ്ണവും കൂടി പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ ഗീത് പറയണേ, മതിയായല്ലോ, നിനക്ക് കിട്ടാനുള്ള കിട്ടിയല്ലോ, ഇനി പോടി ഇവിടുന്ന്, തിരിഞ്ഞു നോക്കാതെ ഓടടി
എന്ന് പറയുകയാണ് ഗീതു. അപ്പോൾ ആ സമയത്തിന് വരുണാണെങ്കിൽ ആകെ ഒന്നും ഞാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ താറി നിൽക്കുകയാണ് നമ്മുടെ സുവർണ. അപ്പോഴത്തേക്ക് ഗീതു പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇറങ്ങി ഓർഡറി, കണ്ടം വഴി ഓർഡറി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുവർണ പറയണേ എൻ്റെ മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കുന്നത്, എടുത്തോണ്ട് പോടി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുവർണ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് നമ്മുടെ ഗീതു പറയണം തിരിഞ്ഞ് നിൽക്കാതെ ഓടടി കണ്ടം വഴി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുവർണ ഇരട്ടത്തൂടെ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഷിബു ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് സുവർണ പോകുന്നത്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണും മിഴിച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് വരുൺ പറയാണ് നീ കൊള്ളാടി, അതായത് രേഖയോടാണ്, നീ കൊള്ളാം, ഇവളുടെ ചേർന്ന് നീ കാണിക്കുന്ന ഓരോന്നുണ്ടല്ലോ ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഗീത് പറയണ അല്ല ഇനിയിപ്പോൾ എന്താ ചടങ്ങ്, ഇനി നിങ്ങളിവിടുന്ന് പോകുന്നില്ലേ, നീ പെട്ടെന്ന് ഇറങ്ങിക്കോ ഇവിടുന്ന്, ഇവിടെ ഇതുപോലുള്ള തോന്നിയാസങ്ങളൊന്നും നടത്താൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഗസ്റ്റ് ഹൗസ് പൂട്ടി താക്കോല് കൊണ്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയാണ് വരുണിനോട്. അപ്പോൾ വരുൺ പറയണേ അത് നീയല്ല പറയേണ്ടത്, അത് ഗോവിന്ദേട്ടൻ എന്നോട് പറയട്ടെ, അപ്പം ഞാൻ പൊയ്ക്കോളാം, അല്ലാതെ നീ കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോൾ ഗീത് പറയണേ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കണ്ണേട്ടനെ അയച്ചു കൊടുക്കാം, അത് കണ്ടതിന് ശേഷം കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ നിങ്ങളെ ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന് പറയണം. അപ്പോൾ വരുൺ അത് കേൾക്കുമ്പോഴത്തേക്ക് വരുൺ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീത് പറയണം കണ്ണേട്ടൻ്റെ വീട്ടിൽ, അറയ്ക്കൽ വീട്ടിലല്ല, കണ്ണേട്ടൻ്റെ പേരിലുള്ള ഏത് വീട്ടിലും നിങ്ങൾ ആരെങ്കിലും താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ അനുവാദം വേണം, ഇല്ലാതെ കണ്ണേട്ടൻ്റെ ഒരു വീട്ടിലും നിങ്ങളാരും കയറത്തില്ല, ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വരുൺ നിന്നെ ഞാൻ ശരിയാക്കിക്കൊള്ളാടി, നീ ഇന്നൊരു ദിവസം കൊണ്ടൊന്നും നേരം വിളിക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് നമ്മുടെ വരുൺ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ കരയുകയാണ്. അപ്പോൾ ഗീത് ചോദിക്കുകയാണ് എന്തിനാണ് രേഖേച്ചി ഇങ്ങനെ കരയുന്നത്, രേഖേച്ചി കരയേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേഖ പറയാണ് എന്നാലും വരുണേട്ടനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല ഗീതു, വരുണേട്ടൻ ഈ രാത്രിയിൽ എങ്ങോട്ട് പോവാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീത ചോദിക്കുകയാണ് രേഖേച്ചിയുടെ ഈ ആറ്റിറ്റ്യൂഡ് വേണം മാറേണ്ടത്, രേഖേച്ചി ഇങ്ങനെ ഇത്ര പാവമായിട്ട് നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് വരുണേട്ടന് പലപ്പോഴും ഇത് ഏളിതരമാവുന്നത്, നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എന്തൊക്കെ വിഷമം ഉണ്ടായാലും നമ്മൾ നിശബ്ദമായിട്ട് നിന്ന് എല്ലാം സഹിക്കുന്നത് കൊണ്ടാണ് ആണുങ്ങൾക്ക് അതൊക്കെ ഒരു ഏളിതരമായിട്ട് വയ്ക്കുന്നത്. പണ്ട് സത്യം പറഞ്ഞാൽ രേഖേച്ചി വിവാഹം കഴിഞ്ഞ് വന്ന സമയം തൊട്ടേ വരുണേട്ടനെ നിയന്ത്രിച്ച് നിർത്തണമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് രേഖേച്ചിക്ക് എന്തോ വലിയ കാര്യം എന്തോ കൈവന്നതുപോലെ രേഖേച്ചി കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വരുണേട്ടന് എല്ലാത്തിനും ഒരു ഇതായിപ്പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും രേഖേച്ചി മുൻകൈ എടുത്ത് വരുണേട്ടനെ നേരെയാക്കണം. പിന്നെ എനിക്ക് അതിന് പറ്റുന്ന അവസരങ്ങളൊക്കെ ഞാൻ പരമാവധി വിനിയോഗിക്കുക തന്നെ ചെയ്യും, എനിക്ക് രേഖേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കരുത്, രേഖേച്ചി വരുണേട്ടനെ നേരെ ആക്കണമെങ്കിൽ രേഖേച്ചിയുടെ ഭാഗത്ത് നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത്തിരി തൻ്റെയിടം കാണിക്കണം എന്ന് പറയുകയാണ് ഗീതു. അതിനുശേഷം ഗീതു പറയുകയാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയോ ഇല്ലയോ എന്നുള്ളത്, നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ രേഖേച്ചിയുടെ കാര്യമായാലും നമ്മളത് ധരിപ്പിക്കില്ലേ, നമ്മൾ എവിടെ പോയാലും കിഴിച്ചതും മുളച്ചതും ഒക്കെ നമ്മൾ അവരോട് പറയണ്ടേ, അതുപോലെ തന്നെയാണ് തിരിച്ചും, ആണുങ്ങൾ എവിടെ പോയാലും നമ്മുടെ ഭർത്താക്കന്മാർ എവിടെ പോയാലും നമ്മളത് അറിഞ്ഞിരിക്കണം. പൊന്നുരച്ച് നോക്കുന്നത് പോലെ മാറ്റുരച്ച് നോക്കണം. എന്ന് വെച്ചാൽ അത് ഭർത്താവിനെ സംശയിക്കാൻ വേണ്ടിയിട്ടല്ല, അവർ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു, അവരേതെങ്കിലും വഴിക്ക് വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് രേഖേച്ചി ഇനി കുറച്ചുകൂടെ ബോൾഡ് ആവണം. പിന്നെ രേഖേച്ചി എന്തിനാണ് പേടിക്കുന്നത്, രേഖേച്ചിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയായിട്ട് കണ്ണേട്ടം കൂടെയില്ലേ, പിന്നെ ഇതിൽ കൂടുതൽ വലുതായിട്ട് വല്ലതും പേടിക്കാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രേഖ പറയണം അതേ ഗീതു, ഞാൻ ഇനി ഒരു കാര്യം എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി എൻ്റെ വരുണേട്ടനെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ നമ്മുടെ രേഖ പറയുകയാണ്. അതിനുശേഷം അവർ ഒരുമിച്ച് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദും മഹേഷും കൂടെ ഇരുന്ന് വെള്ളം അടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് മഹേഷിനോട് പറയുകയാണ്, അതായത് കാനഡയിൽ പോകുന്ന കാര്യമൊക്കെ പറയുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കുകയാണ് കാനഡയിൽ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഗീതുവിനെ കൂടെ കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് അതായത് പുറത്ത് പോകാനുള്ള എൻ്റെ പാസ്പോർട്ടിൻ്റെയൊക്കെ ഇത് തീർന്നിരിക്കുകയായിരുന്നു, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അജാസ് ഓടി നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗീതു നമ്മുടെ രേഖയും കൂടി വരുന്നത്. അപ്പോൾ ഗീതു ഉടനെ ഇത് കാണുമ്പോൾ പറയണ ലൈറ്റായിട്ടുള്ള മദ്യപാനമാണെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ രേഖയോട് പറയുകയാണ്. എന്നിട്ട് അവരങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹേഷ് പറയാണ് ഗീതുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ രേഖ അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ മഹേഷ് പറയാണ് ഗീതു, എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാലേ, നീ ഒരു വലിയൊരു ട്രിപ്പിന് തയ്യാറെടുത്തോ, കാരണം നിനക്ക് പാസ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേരതേ, ഉടനെ തന്നെ ഗോവിന്ദിനൊരു യാത്ര
യാത്രയുണ്ട്. കാനഡയ്ക്ക് പോകാനാണ് പുള്ളിയുടെ തീരുമാനം. നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാനൊന്നും എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേർക്കും കൂടി അത് എൻജോയ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് മഹേഷിനോട് പറയണം, ഏയ് അങ്ങനൊന്നുമില്ല, വേറെ ആരും വരണ്ട, എനിക്ക് തനിയെ അറിയാൻ പോവാൻ എന്നിങ്ങനെ പറയണം. ഉടനെ ഗീതു പറയണം, കണ്ണേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട, കണ്ണേട്ടൻ എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ടാവും എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അതിനുശേഷം ഗീതു അകത്തേക്ക് പോവുകയാണ്. അകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് മഹേഷിനെ കുറ്റപ്പെടുത്തി ഗോവിന്ദ് പറയുകയാണ്, നിനക്ക് വല്ല കാര്യമുണ്ടോ മഹേഷ് ഇതൊക്കെ ചെന്ന് പറയാനായിട്ട് ഗീതുവിനോട്? അവൾ ഇനി അതിൽ തന്നെ കടിച്ച് തൂങ്ങിക്കിടക്കും. ഞാൻ കാനഡയിൽ പോകുന്നത് പിന്നെ നമ്മുടെ ധ്യാനിനെ കാണാനാണെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ഇവളും കൂടി വന്നാൽ അതെങ്ങനെ ശരിയാവാനാണ്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവളോടൊന്നും പറയേണ്ടെന്ന്. അപ്പോൾ ഉടനെ മഹേഷ് പറയുകയാണ്, എടാ അതിനൊന്നും കുഴപ്പമില്ല, ഒഫീഷ്യൽ ടൂറെന്നും പറഞ്ഞ് പോയാൽ മതി. പിന്നെ ധ്യാനിനെ കാണുന്നതിൻ്റെ കാര്യമൊന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഗീതുവിനോട് പറയണ്ട, ഒഫീഷ്യലായിട്ടുള്ള കാര്യം സംസാരിക്കുകയാണ് എന്ന് കരുതിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്താ ഇപ്പോൾ പറയുന്നത്? അപ്പോഴുടനെ മഹേഷ് പറയണം, എന്തായാലും നിനക്ക് നല്ല മാറ്റമുണ്ട് ഗോവിന്ദേ, അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മറ്റേത് ഗീതുവിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നീ ഉടനെ കരാറ് ഭാര്യയാണെന്നും കോണ്ടാക്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമല്ലേ, ഇത്തവണ എന്തായാലും നീ അത് പറഞ്ഞില്ലല്ലോ, നിനക്ക് നല്ല മാറ്റമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിന് ചുണ്ടിന് കീഴിട്ടൊരു ചിരിയൊക്കെ വരികയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പുഞ്ചിരിയോട് കൂടിയൊക്കെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഗീതു മുറിയിൽ വരികയാണ്. മുറിയിൽ വന്നിട്ട് ഒരു ബാഗ് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ഫയലൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഗോവിന്ദ് വന്ന ഉടനെ കഥകൊക്കെ അടച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കണേ, നീ ഇവിടെ എന്താ പറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണേ, എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ അങ്ങനെയുള്ള കുറേ രേഖകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അതൊക്കെ SSLC സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതിന് IASൻ്റെ അഡ്മിഷൻ എടുക്കുന്നതിന് ഇതൊക്കെ ഇപ്പോഴേ എടുത്ത് വെക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, അതിന് വേണ്ടിയിട്ടല്ല, എനിക്ക് പാസ്പോർട്ട് ശരിയാക്കാൻ കൊടുക്കാനാണ്, നമ്മൾ ഒരുമിച്ചല്ലേ കാനഡയ്ക്ക് പോകുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് പറയണം, അതിനെ കാനഡയ്ക്ക് പോകുന്നതേ ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാനൊന്നും അല്ല, ഞാനൊരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒഫീഷ്യൽ കാര്യമായാലും അല്ലാത്ത കാര്യമായാലും ചെയർമാൻ പോകുന്നിടത്ത് വൈസ് ചെയർമാനും കൂടെ ഉണ്ടാവും. വൈസ് ചെയർമാൻ ഇല്ലാതെ ഒരു ടൂറും ചെയർമാൻ പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്നാലേ ഈ വൈസ് ചെയർമാൻ്റെ കൂടെ തുള്ളാനായിട്ട് നിൽക്കേണ്ട, വൈസ് ചെയർമാൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം വൈസ് ചെയർമാൻ ചെയ്യേണ്ടത് AGM കമ്പനിക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്, അത് എവിടെയൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്ക്, അതൊന്ന് പഠിച്ചെടുക്കുക ആദ്യം, അതിന് ശേഷം ടൂറുകളിലേക്ക് കൂടെ പോരാം എന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് എന്ത് ചെയ്യുന്നു, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഗീത് പറയണേ, എന്തായാലും എന്നെ കൊണ്ടുപോകാതെ കണ്ണേട്ടൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, ഞാൻ കണ്ണേട്ടനെ വിടില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് പറയണേ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തൂടെ ഇട്ടിട്ട് ഉറങ്ങാനെന്നുള്ള രീതിയിൽ ചരിഞ്ഞ് കിടക്കുകയാണ്. പുള്ളിക്കാരൻ കിടന്ന പാടെയങ്ങ് ഉറങ്ങുകയാണ്. അങ്ങനെ ഗീതു കയ്യിലെടുത്ത് ആ കാർഡുകളൊക്കെ, അതായത് ആ രേഖകളൊക്കെ പറക്കി ആ ഫയലിനകത്ത് വെച്ചിട്ട് അത് കൊണ്ടുവന്ന് ഒരിടത്ത് വെക്കുകയാണ്. അതിനുശേഷം ഗീതു വന്നിട്ട് ബെഡിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഗോവിന്ദിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗീതു മനസ്സിൽ പറയുകയാണ്, എനിക്കറിയാം കണ്ണേട്ടാ, നിങ്ങൾ എന്തിനാണ് കാനഡയ്ക്ക് പോകുന്നതെന്ന്, ധ്യാനിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോകുന്നത്, അതെനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ധ്യാൻ അതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നോളും. പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാതെ ഇങ്ങനെ നിങ്ങളോട് അതും ഇതുമൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ, നിങ്ങളെ ചൊറിയാൻ എനിക്ക് നല്ല രസമാണ്, നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ പരിഭവമൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കണ്ണേട്ടാ, നിങ്ങളെ ഇനി എന്നാണാവോ എൻ്റേതായിട്ട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഗീതുവും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ഇരുന്ന് ഉറക്കം ഒഴിഞ്ഞ് നേരം വെളുപ്പിക്കുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇരുന്നുറങ്ങുകയാണ്. കാരണം നമ്മുടെ വരുണിനെ വീട്ടിൽ കയറ്റുന്നില്ലല്ലോ ഗോവിന്ദ്. അപ്പോൾ മകൻ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മുടെ രാധികാമ്മയ്ക്ക് കിടന്നുറങ്ങാൻ തോന്നുന്നില്ല, പുള്ളിക്കാരത്തി ഇരുന്നുറങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും ഒരു കോള് വരികയാണ് നമ്മുടെ രാധികാമ്മയ്ക്ക്. വിളിക്കുന്നത് മറ്റ് ആരുമല്ല, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സുവർണ തൊട്ടടുത്തുണ്ട്. വരുണാണ് സംസാരിക്കുന്നത്. വരുൺ പറയണ, അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഓ നീ എന്താ വിളിച്ചത്, കാര്യം പറ വരുൺ എന്നിങ്ങനെ പറയണം. അപ്പോൾ പറയണം, അമ്മയ്ക്കായിട്ട് ഒരു നല്ലൊരു വാർത്തയുണ്ട്, അതറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയണം. അപ്പോൾ ചോദിക്കണം, എന്താ വരുൺ, അമ്മ എന്നോട് പറഞ്ഞില്ലേ രഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന്, അതന്വേഷിച്ച് കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ച് പറയാനാണെന്ന് പറയാണ്. ഈ നമ്മുടെ വീട്ടിൽ ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന രഞ്ജു ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? ആരാ അമ്മേ, അത് അമ്മയുടെ ബദ്ധശത്രു ഇല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ബദ്ധശത്രുവോ, അതാരാ? ഞാൻ സുവർണയ്ക്ക് കൊടുക്കാം, അവളല്ലേ ഇത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്, അവൾ തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ സുവർണയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സുവർണ പറയാണ്, മാം
അത് മറ്റ് ആരുമല്ല, ആ പാട്ടുകാരിയില്ലേ വിജയലക്ഷ്മി എന്ന് പറയുന്ന അവരുടെ മകളാണ് അത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാധികാമ്മയുടെ ഹാർട്ട് നിലച്ചു എന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരത്തി അമ്മാതിരി ഒരു ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കണ്ണും തള്ളിക്കൊണ്ട്. അപ്പോൾ പറയണേ അതേന്നേ, ഞാനിതെങ്ങനെയാണ് അറിഞ്ഞെന്നുള്ളത് അറിയാമോ? ഞാൻ കുറച്ച് ആളുകളെ രഞ്ജുവിനെ ചുറ്റിപ്പറ്റി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അവർ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം രഞ്ജു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ സമയം തൊട്ട് ഗോവിന്ദ് സാറും അതുപോലെ ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയും അവിടെ നിത്യ സന്ദർശകരായിരുന്നു. അതുമാത്രമല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ രഞ്ജുവിൻ്റെ പാരൻസിൻ്റെ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് വച്ചിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ പേരാണ്. അങ്ങനെയാണ് അറിയാൻ സാധിച്ചതെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ രാധികാമ്മയുടെ കിളി പോവുകയാണ്. അങ്ങനെ രാധികാമ്മ ആകെ വയലൻ്റ് ആവുകയാണ്. അങ്ങനെ രാധികാമ്മ ഫോണിൽ നമ്മുടെ സുവർണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാധികാമ്മ ഓർക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി പല ദിവസങ്ങളിലായിട്ട് രാധികാമ്മയെ കാണുമ്പോഴത്തേക്ക് വെല്ലുവിളിക്കുന്ന കാര്യമൊക്കെ. എന്നെങ്കിലും ഒരിക്കൽ നീ നിൻ്റെ മകനും വെറും കൈയോടുകൂടി ഈ അറയ്ക്കലിൻ്റെ പടി വിട്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ രാധികാമ്മ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം സുവർണയോട് പറയുകയാണ്, ഇത്രയും വലിയ വിവരങ്ങൾ നീ എന്നെ അറിയിച്ചല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഗോവിന്ദനും ഗീതുവും, അതായത് സുവർണയും വിജയവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണോ മുന്നോട്ട് പോകുന്നത്, അവർ തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള വിവരം എത്രയും പെട്ടെന്ന് എനിക്ക് അറിയണം സുവർണ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിജയലക്ഷ്മി ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഗോവിന്ദ് നമ്മുടെ രഞ്ജുവിനെയും കൂട്ടി അറയ്ക്കലേക്ക് വന്നതും എല്ലാവരും രഞ്ജുവിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞതും. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മുടെ രാധികാമ്മ ഗോവിന്ദിനോട് ഇവള് ഇത്രയ്ക്ക് നമ്മളെക്കാളേറെ, അതായത് ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീട്ടിൽ രഞ്ജുവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആരും ഇവിടെ താമസിക്കേണ്ടെന്ന് പറയുന്ന സമയത്തിന് നമുക്കൊപ്പം പ്രാധാന്യം കൊടുക്കാൻ ഇവള് നിൻ്റെ ആരാണെന്ന് രാധികാമ്മ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറഞ്ഞല്ലോ, ഇവള് എൻ്റെ എല്ലാമാണ്, അവൾ ഇന്നും അന്നും എന്നും എപ്പോഴും അവൾ എൻ്റെ എല്ലാമാണ് എന്ന് ഗോവിന്ദ് പറഞ്ഞ ആ സംഭവമൊക്കെ ഓർത്തിട്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. രാധികാമ്മ ചിന്തിക്കുകയാണ്, അപ്പോൾ കണ്ണനും കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ എല്ലാ കാര്യങ്ങളും കണ്ണനും കൂടി അറിഞ്ഞിട്ടായിരിക്കും. സ്വന്തം പെങ്ങളെയല്ലേ അവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, എന്നിട്ട് എൻ്റെ മുന്നിൽ അവൻ നന്നായിട്ട് അഭിനയിച്ചു. ഇനി ഈ കാര്യം ഗീതുവിനും അറിയാമോ എന്തോ. ഇനി ഗീതുവും വിജയലക്ഷ്മിയും ഗോവിന്ദും ഇപ്പോൾ ഒറ്റക്കെട്ടായിരിക്കും, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ എന്നെ തോൽപ്പിച്ച ഈ രീതിയിൽ അതേ നാണയത്തിൽ തന്നെ അവർക്ക് നല്ല തിരിച്ചടി കൊടുക്കണം. എന്തായാലും കണ്ണനെ ഇവർക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇനി രഞ്ജുവിനെ അറയ്ക്കലിൻ്റെ പടി ചവിട്ടാനും ഞാൻ അനുവദിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ രാധികാമ്മ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.